ബംഗ്ലാദേശ് കലാപത്തിൽ ഷെയ്ഖ് ഹസീന കുറ്റക്കാരി എന്ന അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസമാൻ, പോലീസ് മേധാവി ചൌധരി അബ്ദുള്ള അൽമാമൻ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ശിക്ഷാവിധി എന്താണ് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. കുറ്റക്കാരി എന്ന് നിരീക്ഷിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് എന്തൊക്കെയാണ്? കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥികളുടെ കലാപവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശിൽ അധികാര മാറ്റം ഉണ്ടായത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഭരണകൂടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള. ഹസീന അവിടെ നിന്നും ഇന്ത്യയിൽ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഹസീനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും അത് വിചാരണ ചെയ്യുന്നതിനുമാണ് ബംഗ്ലാദേശ് ഒരു ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അവിടെ ഢാക്കയിൽ സ്ഥാപിച്ചത്. ഇവരുടെ ഈ വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 2 പേർ മാത്രമാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത്. ഒന്ന് ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പോലീസ് തലവനുമാണ് അവരുടെ പിടിയിലുള്ളത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. അവരുടെ അഭാവത്തിലാണ് വിചാരണ അവിടെ നടന്നത്. ഇന്നിപ്പോൾ 432 പേജുള്ള വിധി ന്യായം അവിടെ വായിക്കുകയാണ്. കുറ്റക്കാരിയാണ് എന്ന് ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യരാശിക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ ആക്രമണമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ ട്രിബ്യൂണൽ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. അതിന് സഹായകമായ അത് തെളിയിക്കുന്ന നിരവധി വീഡിയോ ദൃശ്യങ്ങൾ അവിടെ വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ശിക്ഷ എന്താണ് എന്നാണ് കണ്ടറിയേണ്ടത്. അതിൽ വധശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക്. അപ്പോൾ ഇനി അല്പസമയത്തിനകം എന്ത് ശിക്ഷയാണ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. മറ്റു 2 പേർ അവരുടെ വിചാരണയുടെ ഭാഗമായിരുന്ന ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പോലീസ് മേധാവിയും, അവർ 2 പേരും അവിടെ വിചാരണ കോടതിയിലുണ്ട്. മറ്റുള്ളവരും ഈ കേസിന്റെ ഭാഗം. നിർണായകമായ നടപടികളാണ്. ഇനി ശിക്ഷാവിധി എന്താണ് എന്ന് മാത്രമാണ് അറിയേണ്ടതായിട്ടുള്ളത്. ബംഗ്ലാദേശ് കലാപത്തിൽ ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി എന്താണെന്ന് അറിയും. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.